ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണത്തിൽ 2 പേരും, യുക്രൈൻ തലസ്ഥാനത്ത് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 8 പേരും കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരുമ്പോഴാണ് VP ജെയിംസ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. ഗസയിൽ 9 ലക്ഷം പലസ്തീനികളും ആയിരക്കണക്കിന് ടെന്റുകളും പ്രളയ ഭീഷണിയിലാണെന്ന വാർത്തയും കൂടി വരുമ്പോൾ VP വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. VP, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഇന്നലെ തെരഞ്ഞെടുപ്പൊക്കെ കണ്ട ഒരു ക്ഷീണത്തിലാണോ ബീഹാറിലെ? തെരഞ്ഞെടുപ്പ് ആര് ജയിച്ചാലും ജയിക്കുന്നവരുടെ പക്ഷത്തല്ലേ നമ്മൾ എസ്കേൻ. നമുക്ക് രാഷ്ട്രീയമില്ല. ഓക്കെ, നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ചു. VP വല്ല ഗ്ലാസും വെച്ചായിരുന്നോ? ഇല്ല, ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. വെച്ചോണ്ടേ പിന്നെ നമ്മുടെ ഗ്ലാസ് വെച്ച് ഗ്ലാമർ കൂട്ടിയപ്പം പല ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്തോ കാണാതിരിക്കാൻ വേണ്ടിയാണ്, കണ്ണീര് പൊടിയെന്ന് കാണാതിരിക്കാൻ വേണ്ടി. നമുക്ക് ആര് ജയിച്ചാലും അവരെ കൂടെ നമ്മൾ പറഞ്ഞു. പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടാണല്ലോ. അതെ, പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ നമ്മൾ കണ്ണട വേണമെന്ന് അവർ പറഞ്ഞു, നമ്മൾ എടുത്തു വെച്ചു. വേണ്ടാന്ന് പറഞ്ഞു, നമ്മൾ എടുത്തു കളഞ്ഞു. എല്ലാ പ്രേക്ഷകരും പറയുന്നത് കേൾക്കാൻ പ്രേക്ഷകർ നമ്മളെ നട്ടം തിരിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് പോകാം. ഇസ്രായേൽ സേന വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ച് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ വെടിവെപ്പ് നടത്തുന്നുണ്ട്. ഇത്തവണ വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പാലസ്തീന് ഈ ഒലിവ് മരങ്ങൾ വളർത്തുന്ന പ്രദേശമാണ് അധിനിവേശ വെസ്റ്റ് ബാങ്ക്. അവിടെ ലക്ഷക്കണക്കിന് പാലസ്തീൻകാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവിടെ ഇസ്രായേലി പട്ടാളക്കാർ, സൈനികർ നടത്തിയ വെടിവെപ്പിൽ 2 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായിട്ടുള്ള വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഉക്രൈൻ നഗരമായിട്ടുള്ള തലസ്ഥാനമായിട്ടുള്ള കീവിലേക്ക് നിരവധി ഡ്രോണുകളും മിസൈലുകളും അയച്ച റഷ്യൻ സേന 8 പേരെ കൊലപ്പെടുത്തി. ഏതാണ്ട് 40ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അവിടെ മാത്രമല്ല, തെക്കൻ ഉക്രൈനിലും ആക്രമണം നടന്നു. 2 സ്ഥലത്തായിട്ടാണ് 8 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. എന്തായാലും ഉക്രൈൻ യുദ്ധം തീരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തുമ്പോൾ തന്നെ റഷ്യ എങ്ങോട്ട് ആക്രമിക്കുന്നു, തിരിച്ച് റഷ്യയുടെ സ്ഥലങ്ങളിൽ കയറി ഉക്രൈൻ ആക്രമണം നടക്കുന്നു. ഉക്രൈൻ ഡ്രോണുകളും മിസൈലുകളും അവിടുത്തെ നൊവോറോയിസ്ക് എന്ന റഷ്യയുടെ തുറമുഖ നഗരത്തിൽ പതിച്ചതിനെ തുടർന്ന് വലിയ രീതിയിൽ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യയുടെ ഒരു കപ്പൽ തകർന്നു, അവിടുത്തെ എണ്ണ സംഭരണ കേന്ദ്രം തകർത്തു. അപ്പോൾ പരസ്പരം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത SKN, ഈ മണിക്കൂറുകളിലായിട്ട് ഈ ഗസയിൽ വല്ലാത്ത രീതിയിലുള്ള മഴയും പ്രശ്നങ്ങളുമാണ്. വലിയ കൊടുങ്കാറ്റ് വരുന്നു. അവിടെ പ്രളയമുണ്ടാവുമെന്നാണ് സൂചനകളുള്ളത്. പ്രളയമുണ്ടായ 9 ലക്ഷം പാലസ്തീൻകാരെ ഗസയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന SKN. അത് വല്ലാത്ത അവസ്ഥയാണ്. ആയിരക്കണക്കിന് ടെന്റുകളിലാണ് താൽക്കാലികമായിട്ട് ആൾക്കാർ പാർക്കുന്നത്. അതൊക്കെ മുങ്ങിപ്പോകും. അതുകൊണ്ട് പ്രളയത്തിന്റെ ഭീഷണിയിലാണ് ഗസ. 69,000-ലേറെ പേർ കൊല്ലപ്പെട്ട ഗസയിൽ പ്രളയത്തിന്റെ ഭീഷണി കൂടി വരുമ്പോൾ അവിടേക്ക് വേണ്ടത്ര ഭക്ഷണം എത്തുന്നില്ല. അപ്പോൾ പട്ടിണി, പ്രളയ ഭീഷണി, ഇത് കൂടാതെയാണ് നിരവധി പേർ മണ്ണിനടിയിൽ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾക്കടിയിൽ കഴിയുന്നത്. 10,000-ലേറെ പേർ ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ കഴിയുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് SKN. അതിലേറ്റവും ദുഃഖകരമായിട്ടുള്ളത് ഒരു കുടുംബത്തിന്റെ 60 പേർ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കഴിയുകയാണ്. അവരെ വന്ന് കരയുന്നുണ്ട് എങ്ങനെയെങ്കിലും. പക്ഷെ 2 വർഷമായിട്ട് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ അവരുടെ മൃതശരീരം പോലും കണ്ടെത്താനായിട്ടില്ല SKN. ഓക്കെ, താങ്ക് യു VP. എലോൺ മസ്കിന് ഒരു വെല്ലുവിളി വന്നിരിക്കുന്നല്ലോ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ന്യൂ ഗൺ റോക്കറ്റിലേറി നാസയുടെ 2 ഉപഗ്രഹങ്ങൾ ചൊവ്വയിലേക്ക് വിജയകരമായി യാത്ര തിരിച്ചു എന്ന് വാർത്ത വരുന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ബഹിരാകാശ ദൗത്യത്തിന് നല്ല മത്സരമായിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN, ഒരു പക്ഷേ നാസയുടെ വലിയൊരു ദൗത്യം 22 മാസം കൊണ്ട് ചൊവ്വയിലെത്തുന്ന ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ജെഫ് ബെസോസിനെ നമുക്കറിയാം, ആമസോണിന്റെ സ്ഥാപകനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ജെഫ് ബെസോസ്. അദ്ദേഹം എലോൺ മസ്കുമായിട്ട്, മറ്റൊരു ലോകത്തിലെ വലിയ കോടീശ്വരനുമായിട്ട് മത്സരത്തിൽ എത്തി എന്നുള്ളതിൻ്റെ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ജെഫ് ബെസോസിന്റെ ന്യൂ ഗൺ എന്ന റോക്കറ്റ്, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് ബ്ലൂ ഒറിജിൻ എന്നാണ്. ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ന്യൂ ഗൺ എന്ന റോക്കറ്റിലേറിയാണ് നാസ 2 ഉപഗ്രഹങ്ങൾ ചൊവ്വയിലേക്ക് യാത്ര അയച്ചിട്ടുള്ളത്. അത് 2 മിനിറ്റ് കൊണ്ട് കത്തി ജ്വലിച്ച് അതിൻ്റെ മുന്നിലത്തെ ഭാഗം അത് വെച്ചാൽ 2 ഉപഗ്രഹങ്ങളെ തള്ളിവിട്ടു ബഹിരാകാശത്തേക്ക്. അതിനി യാത്ര ചെയ്ത് 22 മാസം കൊണ്ട് ചൊവ്വയിലെത്തും. 11 മാസം ചൊവ്വയ്ക്ക് ചുറ്റും അത് കറങ്ങി നടക്കും. എന്ന് മാത്രമല്ല, ചൊവ്വ ഇപ്പോൾ ഒരു വരണ്ട ഉപഗ്രഹമായി മാറിയിരിക്കുകയാണ്. നേരത്തെ നല്ല നനവൊക്കെ ഉണ്ടായിരുന്ന ഇതാണ്. അത് എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതിനടക്കം 11 മാസം അവിടെ ഗവേഷണം നടത്തും. എന്തായാലും എലോൺ മസ്ക് 500-ലേറെ തവണയാണ് റോക്കറ്റുകൾ
ഈ ബൂസ്റ്റർ റോക്കറ്റ് അയച്ച് അത് തിരിച്ച് കടലിൽ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദൗത്യം ജെഫ് ബെസോസിന്റെ പരാജയപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ദൗത്യം വിജയിച്ചു എന്ന് മാത്രമല്ല, ഈ ബൂസ്റ്റർ 10 മിനിറ്റ് കൊണ്ട് അറ്റ്ലാന്റിക് കടലിന്റെ അടുത്തുള്ള ജാക്വലിൻ എന്ന ഡെക്കറിൽ വന്നിറങ്ങി. ജാക്വലിൻ ജെഫ് ബെസോസിന്റെ അമ്മയുടെ പേരാണ് ജാക്വലിൻ. അവിടെ വന്നിറങ്ങി. അതോടെ ഇനി ജെഫ് ബെസോസും എലോൺ മസ്കും ലോകത്തിലെ ഏറ്റവും രണ്ട് വലിയ കോടീശ്വരന്മാർ തമ്മിലായിരിക്കും ബഹിരാകാശ യുദ്ധം, ഒരു മത്സരം നടക്കുക എന്ന് വ്യക്തമാവുന്നു. SKN ഒരുപക്ഷെ ബഹിരാകാശ രംഗത്ത് ഈ മത്സരം ഉണ്ടാവും, നല്ലതാണ്, ചെലവ് കുറയും എന്ന് മാത്രമല്ല ഈ റോക്കറ്റുകൾ റീയൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയ തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഇതിനു വേണ്ടിയുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഇത് ചെയ്യാനാണ് സാധ്യത. SKN താങ്ക് യു VP ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.